വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 2. അപ്പോൾ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നവർക്കറിയാം, ഇപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ ഫ്രീ ആയിട്ട് ക്രോസ് ചെയ്യണം. ഫ്രീ ആയി ക്രോസ് ചെയ്യുക പറഞ്ഞാൽ കേരളം ടു കാശ്മീർ ലിഫ്റ്റ് ചോദിച്ച് പോകലാണ്. അപ്പോൾ നമ്മുടെ പോയ വീഡിയോ കണ്ടവർക്കറിയും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇന്നലെ ഞാൻ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ ഇപ്പോൾ നമ്മൾ പോകാൻ പോണത് ഇന്ത്യയിലല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ പട്ടുപുഴുവില്ലേ, സിൽക്ക് വേമിൻ്റെ മാർക്കറ്റിലാണ് ഞാൻ ഇപ്പോൾ പോകാൻ പോണത്. ഈ സിൽക്ക് വേമിൻ്റെ മാർക്കറ്റ് പറയുന്നത് കർണാടകയിലാണ് ഉള്ളത്. രാംനഗര ഗവൺമെൻറ് കുക്കൂൺ മാർക്കറ്റാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ പട്ടുനൂൽ പുഴുവിൻ്റെ മാർക്കറ്റ് പറയുന്നത്. നമ്മുടെ ഏഷ്യയിൽ ഏറ്റവും വലിയ പട്ടുനൂൽ പുഴുവിൻ്റെ മാർക്കറ്റ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ പട്ടുനൂൽ പുഴുവിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടുന്ന് ഈ രാംനഗര ഗവൺമെൻറ് കുക്കൂൺ മാർക്കറ്റിലേക്ക് ദൂരം പറയുന്നത് ഒരു 40 കിലോമീറ്ററാണ്. ഇവിടുന്ന് ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കുക്കൂൺ മാർക്കറ്റ്. ഇതുണ്ടോ, ഗവൺമെൻറ്റിൻ്റെ കുക്കൂൺ മാർക്കറ്റാണ്. ഇവിടെ ഫുള്ള് നമ്മുടെ പട്ടുനൂൽ പുഴുവില്ലേ, അതാണ് ഇവിടെ ഫുള്ള് ലേലം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് പട്ടുനൂൽ പുഴു. ഈ സാധനം കാണാനില്ലേ, ഇതാണ് പട്ടുനൂൽ പുഴു. ഈ പട്ടുനൂൽ പുഴു എന്നാണ് നമ്മുടെ സിൽക്ക് ഉണ്ടാക്കുന്നത്, പട്ട് ഉണ്ടാക്കുന്നത്. ഈ മാർക്കറ്റിൽ ഫുള്ള് ഈ അറ്റം തൊട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാനിപ്പോൾ നടക്കുന്നത് കുറേ ഫുള്ള് ഇതൊക്കെ ലേലം കൊടുക്കാനുള്ള മാർക്കറ്റാണ്. ഇതൊക്കെ ഫുൾ പട്ടുനൂൽ പുഴുവാണ്. ഓരോ ചെറിയ ചെറിയ ഫാമേഴ്സ് വന്നിട്ട് അവരെ ഉണ്ടാക്കിയ സാധനം അവരിങ്ങനെ നേരെ വന്നിട്ട് ഫുള്ള് ഈ മാർക്കറ്റിലേക്ക് സെല്ലിയാണ് ചെയ്യുക. കണ്ട ചാക്ക് കണക്കിന് ഇവിടെ ഇരിക്കണല്ലേ, ഇതൊക്കെ ഇവിടെ ലേലം വിളിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കണത്. കണ്ട ഫുൾ കുക്കൂണാണ്. കുക്കൂൺ പറയുന്നത് ഈ പട്ടു നൂൽ പുഴു. ഇതിനെയാണ് പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് പട്ടാക്കണത്. വലിയ മാർക്കറ്റാണ്. ശരിക്കും ഈ മാർക്കറ്റ് പറയുന്നത് 2 ഏക്കറോളം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ അറ്റം തൊട്ട് ഇനി മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ കുറേ. എത്ര വലിയ ലേലം നടക്കുന്ന സ്ഥലമാണുള്ളത്. നമ്മുടെ കർണാടകയിൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ പട്ടുനൂൽ പുഴുവിൻ്റെ മാർക്കറ്റ്. ഇത് ഈ ചാക്ക് കണക്കിന് കാണില്ലേ, ഈ ചാക്ക് കണക്കിന് ഇതാ ഇപ്പോൾ ലോഡായിട്ട് പോണത്. ഇതെല്ലാം ഫുൾ പട്ടുനൂൽ പുഴുവാണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ചെറിയ ചെക്കനൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ ഫുൾ ഇവിടെയും പട്ടുനൂല്. ഇവിടെ പിന്നെ ഓരോ സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വേറെ സെക്ഷൻ, അവിടെ ഒരു വേറെ സെക്ഷനായിട്ടാണ് ഇവിടെ പട്ടുനൂൽ പുഴുവിൻ്റെ മാർക്കറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കാനുള്ളൂ ശരിക്കും 2 ഏക്കർ സ്ഥലം എന്നാണ് ഈ മാർക്കറ്റിൽ പറയുന്നത്. ഫുള്ളി 2 ഏക്കർ സ്ഥലത്ത് എല്ലാ ദിവസവും ഇവിടെ ഈ ലേലം നടന്നുകൊണ്ടേയിരിക്കും. ഉണ്ടോ, ഇവിടുന്ന് അവിടെ ഒരു മാർക്കറ്റ്, അതിൻ്റെ ഉള്ളിലൊരു മാർക്കറ്റ്, അതും പോരാണ്ട് ഇതാ ഇവിടെയും ഉള്ളിൽ കയറുന്ന അവിടെ ഒരു മാർക്കറ്റ്. ഇതൊരു ചെറിയൊരു ഗോഡൗൺ പോലെ. ഇവിടെയും ഫുൾ ഏരിയ റൗണ്ട് ഫുൾ ഈ പട്ടുനൂൽ മാർക്കറ്റാണ്. കണ്ടോ 2 ഏക്കർ മാർക്കറ്റാണ്. ഈ 2 ഏക്കർ മാർക്കറ്റ് പറയുന്നത് ബ്ലോക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ഫസ്റ്റ് A ബ്ലോക്ക്, B ബ്ലോക്ക്, C ബ്ലോക്ക്, ഈ ഓരോ ബ്ലോക്കിലാണ് ഈ ട്രേഡ് നടക്കുന്നത്. ഈ 2 ഏക്കർ മാർക്കറ്റ് പറയുന്നത് ഈ 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ മാർക്കറ്റ് അടക്കിയല്ല. ഇവിടെ ഫുള്ള് ഈ എന്താ പറയുക, ഈ പട്ടുനൂൽ പുഴുവിൻ്റെ മാർക്കറ്റാണ്. ഇവിടെ ലേലം നടക്കുന്നത് 10 to 11 മണിക്കാണ് ഇവിടെ ഒരു ലേലം നടക്കുക. അപ്പോൾ ഇനി നമുക്ക് ലേലവും കാണാം കേട്ടോ. ഈ മാർക്കറ്റ് കണ്ടില്ലേ, ഫുൾ വലിയ മാർക്കറ്റാണ്. ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ. ഇത് ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പറയുന്നത് ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സ് ഇല്ലേ, അവരുടെ വീട്ടിൽ പട്ടുനൂൽ പുഴു ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ലേലത്തിന് വിൽക്കുകയാണ് ചെയ്യുക. ഈ ലേലത്തിന് വിൽക്കുമ്പോൾ ഈ വലിയ ഫാക്ടറീസിൻ്റെ ആൾക്കാർ വന്നിട്ട് ഈ കുക്കൂൻ്റെ ക്വാളിറ്റി നോക്കും. A ക്വാളിറ്റി, B ക്വാളിറ്റി, C ക്വാളിറ്റി. ഈ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ടാണ് അവർ വാങ്ങുക. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ സമയം പറയുന്നത് 8 മണി 9 മണിയായി. അപ്പോൾ ഇപ്പോൾ ലേലം നടക്കാൻ പോകണുള്ളൂ.
കണ്ടില്ല, ആ ചാക്ക് മൊത്തം പട്ടുനൂൽ പുഴുവുണ്ട്. അതിനെ അവർ കൊണ്ടുവന്നിട്ട് ലേലത്തിന് വേണ്ടി ഫാമേഴ്സ് കൊണ്ടുവന്നിട്ട് അവർ വിൽക്കാൻ പോകുന്നു. ഈ ചാക്കിലും ഇവിടെ ഈ ചാക്ക്, പിന്നെ ഇവിടെ പെട്ടി, ഇവരെല്ലാം ഇത് മാർക്കറ്റിൽ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. വലിയ മാർക്കറ്റ്, ശരിക്കും ഏഷ്യയിലെ വലിയ മാർക്കറ്റ് ഇതിന് തന്നെ എന്തായാലും പറയും. നമുക്ക് കണ്ട ബ്ലോക്കായി തിരിച്ച് ഫുള്ള് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരിക്കും ഇത് കണ്ടാൽ നമുക്ക് തോന്നും മീൻ മാർക്കറ്റാണ്. പക്ഷേ ഇത് മീൻ മാർക്കറ്റ് അല്ലേ. ഈ കുക്കൂനില്ല, ഇത് കണ്ട കുക്കൂനെ സെയിൽ ചെയ്യാൻ വേണ്ടി ഫുള്ള് ഈ ഏരിയ 2 ഏക്കർ പറയുന്നത് 2 ഏക്കറും ഫുള്ള് ഒരടിക്കല്ല 2 ഏക്കറാക്കി ഇവർ ബ്ലോക്കായിട്ട് പിരിച്ചിരിക്കുകയാണ് ഈ 2 ഏക്കറിന്. നഗര കുക്കൂൻ മാർക്കറ്റിൽ ഇവിടെ ഒരു ദിവസം സെയിലായി പോണ കുക്കൂൻ പറയുന്ന ഈ സാധനമാണ്. ഈ കുക്കൂൻ പറയുന്നത് 40,000 to 50,000 കിലോ ആണ് ഒരു ദിവസം ഇവിടെ സെയിലായി പോണ കുക്കൂൻ. ഈ കുക്കൂൻ വരുന്നത് ശരിക്കും കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഈ ഫുള്ള് ഏരിയ ഒന്നും ഈ കുക്കൂൻ ഈ മാർക്കറ്റിലേക്ക് വരും. ഈ മാർക്കറ്റിലേക്ക് വന്ന് പിന്നെ ഇവിടുന്ന് ഈ ആവശ്യമുള്ള കമ്പനികൾ വാങ്ങിച്ചു പോവുകയാണ് ചെയ്യുക. ഈ ലേലം വിളി പറയുന്നത് ഭയങ്കര ഹൈടെക് ആണ്. ഇവർ ലേലം വിളിക്കുന്നത് മൊബൈലിലാണ്. ഈ മൊബൈൽ അത് നമുക്ക് ഇനി കാണാം കേട്ടോ, എങ്ങനെ അവർ മൊബൈലിൽ ലേലം വിളിക്കുന്നത്. ഈ ലേലം വിളി പറയുന്നത് മൊബൈലിൽ വന്നിട്ട് അവർക്ക് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാകും. ഇതേപോലെ ഒരു ഇതേപോലത്തെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ഈ നമ്പറിൽ ഈ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഇന്ന ഈ കുക്കൂന്റെ റേറ്റ്. അവർ വന്നിട്ട് മൊബൈലിൽ ഇത്ര റേറ്റ് എന്ന് അടിക്കും. ആ റേറ്റാണ് ഇവർക്ക് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനാണ് അവർക്ക് ഇങ്ങനത്തെ ഓരോ ഇത് കൊടുക്കുന്നത്. ഇതേപോലത്തെ ഒരു പേപ്പർ, ഈ പേപ്പർ അവിടെ പോയിട്ട് വാങ്ങുകയും ചെയ്യും. അവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഈ സപ്ലയർ വരുമ്പോൾ അവരുടെ നിന്ന് നേരെ ഇത് കാണിച്ചിട്ട് ഇവർ എത്ര എമൗണ്ടാണ് വിൽക്കുന്നത് അത് കൊടുത്ത് ആ ഫോണിൽ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഇത് സെയിൽ ആവുക. ഇവിടെ ഈ മാർക്കറ്റിലെ സ്പെഷ്യാലിറ്റി അതാണ്. നല്ല ടേബിൾ ഇതേപോലത്തെ ഷീറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഷീറ്റ് വഴിയാണ് അവർക്ക് ലേലം നടക്കുന്നത്. ഇവിടെ കാണുന്നത് ഈ ഓരോ ട്രേഡേഴ്സ് ഇവർ കണ്ടില്ലേ, ഇവർ ട്രേഡേഴ്സിൻ്റെ അടുത്ത് ഇവർ ലിസ്റ്റ് ഉണ്ടാവും. ഈ ലിസ്റ്റിൽ വന്നിട്ട് അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഈ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് അവർ കുക്കൂന് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതേപോലെ കുറേ ട്രേഡേഴ്സ് വരും കണ്ടോ, ആൾ എഴുതുന്നുണ്ടല്ലേ, ആൾ വന്നിട്ട് ഇന്ന സാധനം നമുക്ക് വേണം വന്നിട്ട് എഴുതും. പറയുന്നത് ഈ പട്ടുനൂൽ പുഴുവിൻ്റെ ഇത്ര വലിയ മാർക്കറ്റ് ആവാൻ കാരണം പറയാൻ ടിപ്പു സുൽത്താൻ. ഈ 18th സെഞ്ച്വറിയിൽ ടിപ്പു സുൽത്താൻ നമ്മുടെ പട്ടിൻ്റെ എന്താ പറയുക പൊട്ടൻഷ്യൽ അറിഞ്ഞിട്ട് അവർ എന്താ ചെയ്യുക, ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സിനെ കൊണ്ട് ഈ പട്ടുനൂൽ പുഴുവിനെ ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഇവിടുത്തെ ഫാമേഴ്സ് എന്ത് ചെയ്തു, രാജാവ് പറഞ്ഞിട്ട് കുറേ പട്ടുനൂലിൻ്റെ ഫാമിങ് തുടങ്ങി. അത് കാരണമാണ് ഈ രാംനഗര, ഈ കർണാടക ബാംഗ്ലൂരിൽ രാംനഗര പറയുന്നത് ഈ പട്ടുനൂൽ പുഴുവിന് ഇത്ര ഫേമസ് ആവാൻ കാരണം. നിങ്ങൾക്ക് നമ്മുടെ കേരള ടു കാശ്മീർ ഈ ഫ്രീ ലിഫ്റ്റായി പോണ വീഡിയോ കാണണം പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അതിന് ശേഷം നിങ്ങൾക്ക് ഫുൾ എൻ്റെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഏഷ്യയിലെ ഏറ്റവും വലിയ പട്ടുപുഴു വിൽക്കണ മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ആ പട്ടുപുഴു അവിടെ ലേലം വിളിച്ചു കഴിഞ്ഞു. അത് ലേലവും നിങ്ങൾ കണ്ടു. ആ ലേലത്തിന് ശേഷം ആ ലേലത്തിന് വാങ്ങിച്ച സാധനം ഈ പട്ടുപുഴു ഇവർ ഓരോ ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ ഫാക്ടറിയിൽ വന്ന പ്രോസസ്സാണ്. ഈ ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത് ഈ കുക്കൂനെയിൽ നന്നായി തിളപ്പിക്കുകയാണ്. കണ്ടോ, അവരിപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വന്ന കുക്കൂനെ തിളപ്പിക്കും. ഇത് അയാളും തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇതെങ്ങനെ കണ്ടോ നൂല് വിട്ട് വരാൻ തുടങ്ങും.
ഈ നൂല് വിട്ട് വരുമ്പോൾ അവരങ്ങനെ ആ നൂലിനെ പിടിച്ചിട്ട് നല്ല ചൂടാണ് കേട്ടോ. കാരണം ഇങ്ങനെ തുളപ്പിച്ച് ഇതാ ഈ പട്ടുനൂല് ഇങ്ങനെ വരും. ഈ നൂലിനെ പിന്നെ അവർ നേരെ ഇവിടെ ഇട്ടിട്ട് ഈ മെഷീനിൽ കൊണ്ടുവന്നിടും. ഈ മെഷീനിൽ ഓരോ നൂലിനെ കണ്ട ചൂടായ സാധനം അവർക്ക് ഇട്ട് കൊടുക്കണം. അവർ പിന്നെ അതിന് ഓരോന്നായി ജോയിൻ ചെയ്യണം. ഇതൊക്കെ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്യാനാ ആ തുളച്ച് പറഞ്ഞ കുക്കുവിനെ അവർ നൂലാക്കണം. കണ്ടോ, ഇതിൽ അവരിങ്ങനെ ഓരോന്നായി ചേർക്കും. ആ നൂല് ശരിക്കും ഇത് കൂടെ പോയിട്ട് ഇത് അങ്ങനെ ഒരു നൂലാവുകയാണ് ചെയ്യുക. ഈ കമ്പി കാണല്ലേ, ഈ കമ്പിയിലാണ് ഈ പട്ടുനൂല്, ഈ നൂല് കെട്ടുന്നത് ഈ കമ്പിയിലാണ്. ഈ കമ്പിയിൽ അവർ ഫിക്സ് ചെയ്യുന്നത് കണ്ടോ എങ്ങനെയാണ്. ഒരു ഭയങ്കര വലിയ റോഡ്, ആ റോഡിൽ കൂടെ ഇങ്ങനെ കയറ്റി നൂല് വെച്ച് ഉണ്ടാക്കുന്ന പണി അവർ. ഇപ്പം അവർ ഫിക്സ് ചെയ്തു. അതിന് ശേഷം അവർ മൈന്യൂട്ടായ നൂലിനെ എല്ലാത്തിലും ഫിക്സ് ചെയ്തു. ഇനി ഇവർ ഈ കറന്നുകൊണ്ടിരിക്കും. ഈ കറക്കുമ്പോൾ അത്ര ഈ നൂല് അതിൽ അങ്ങനെ പോയിട്ട് സിൽക്കായി മാറുകയാണ് ചെയ്യുക. നൂല് കഴിഞ്ഞിട്ട് ഈ കുക്കൂൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഏകദേശം നമ്മുടെ വലിയ വലിയ പുഴുക്കൊല പോലെ ഉണ്ടാവും. ഇത് ഈ കോഴിക്കും പിന്നെ കുറേ തീറ്റകൾക്ക് പോവും. അത് നമ്മൾ മൊത്തം നൂലും ഇരുന്ന് വലിച്ചെടുക്കും. എങ്ങനെ ഉണ്ടായിരുന്ന കുക്കൂനാണ് ആ നമുക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടായിരുന്ന കുക്കൂനെ നേരെ മാറി അവർ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആവുന്നത് ഇങ്ങനെയാണ്. 20 കിലോ പട്ടുനൂൽ പുഴു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നല്ല പട്ടുസാരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 20 കിലോ ഈ പുഴു വേണം ഒരു സാരി ഉണ്ടാക്കാൻ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര വലിയ ട്രേഡാണ് ഇവിടെ നടക്കുന്നത്. ഈ ഏരിയ ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ മൊത്തം പറയുന്നത് ഇവർ മാർക്കറ്റിൽ പോയിട്ട് രാവിലെ പോയിട്ട് ഈ സിൽക്ക് വോമിനെ വാങ്ങും. ഈ സിൽക്ക് വോമിനെ വാങ്ങിച്ചിട്ട് പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഏരിയ മൊത്തം. ഇവിടെ മൊത്തം വീടുകളുണ്ട്. ഈ വീടുകളിൽ ഫുള്ള് ഈ പട്ടിനെ നൂലാക്കൽ പരിപാടിയാണ്.